ടൊവിനോ തോമസ് ആദ്യമായി 3 വേഷങ്ങളിലെത്തുന്ന ചിത്രമാണ് അജയന്റെ രണ്ടാം മോഷണം. ജിതിൻ ലാൽ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ 3 കാലഘട്ടങ്ങളിലെ 3 കഥാപാത്രങ്ങളെയാണ് ടൊവിനോ അവതരിപ്പിക്കുന്നത്. എന്ന് നിന്റെ മൊയ്തീൻ, കുഞ്ഞിരാമായണം, ഗോദ, കൽക്കി എന്നീ ചിത്രങ്ങളുടെ സഹസംവിധായകനായിരുന്നു ജിതിൻ ലാൽ. തെന്നിന്ത്യൻ താരസുന്ദരി കൃതി ഷെട്ടി ആദ്യമായി മലയാളത്തിൽ അഭിനയിക്കുന്ന ചിത്രമെന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട്. കളരിക്ക് ഏറെ പ്രാധാന്യം നൽകുന്ന ചിത്രം 3 കാലഘട്ടങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരു എന്റർടൈനർ ചിത്രമായിട്ടാണ് ഒരുക്കിയിരിക്കുന്നത്. 1900, 1950, 1990 എന്നീ കാലഘട്ടങ്ങളിലൂടെയാണ് ചിത്രം കടന്നുപോകുന്നത്. സുജിത് നമ്പ്യാരുടേതാണ് കഥ, തിരക്കഥ, സംഭാഷണം എന്നിവ. UGM പ്രൊഡക്ഷൻസ്, മാജിക് ഫ്രെയിംസ് എന്നീ ബാനറുകളിൽ ഡോക്ടർ സക്കറിയ തോമസ്, ലിസ്റ്റിൻ സ്റ്റീഫൻ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. ഓണം റിലീസായി സെപ്റ്റംബറിൽ റിലീസിനൊരുങ്ങുകയായിരുന്നു ചിത്രം. ഇപ്പോൾ ചിത്രത്തെപ്പറ്റി ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. സാമ്പത്തിക ക്രമക്കേട് ചൂണ്ടിക്കാട്ടി എറണാകുളം സ്വദേശി ഡോക്ടർ വിനീത് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ എറണാകുളം പ്രിൻസിപ്പൽ സബ് കോടതി താൽക്കാലികമായി ചിത്രത്തിന്റെ റിലീസ് തടഞ്ഞിരിക്കുകയാണ്. സിനിമയുടെ നിർമ്മാണത്തിനായി താൻ 3.2 കോടി രൂപ നൽകിയെങ്കിലും ഉടമസ്ഥാവകാശം നിഷേധിക്കുകയും അവകാശം താനറിയാതെ മറ്റൊരു കക്ഷിക്ക് രഹസ്യമായി കൈമാറുകയും ചെയ്തു എന്നാണ് പരാതി. ചിത്രത്തിന്റെ OTT സാറ്റലൈറ്റ് റിലീസിനും വിലക്ക് ബാധകമാണ്. ടൊവിനോ തോമസിന്റെ ചിത്രങ്ങളെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.